നമസ്കാരം. ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് തികച്ചും സങ്കടത്തോടു കൂടിയും ഒട്ടും തന്നെ അത്ഭുതവും ഇല്ലാത്ത ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എനിക്ക് ഒട്ടും തന്നെ അത്ഭുതം തോന്നിയില്ല ഈ വാർത്ത കേട്ടപ്പോൾ. പക്ഷേ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഡ്വക്കേറ്റ് ജിസ്മോൾ, കോട്ടയംകാരി, നേരിക്കാടുകാരി, പാലായിൽ നിന്ന് കോട്ടയം നേരിക്കാട് പള്ളിയിലേക്ക് കെട്ടിച്ചുകൊണ്ട് വന്നു തൊണ്ണമാങ്കൽ ജിമ്മിയുടെ ഭാര്യയായിട്ട് കെട്ടിക്കൊണ്ടുവന്നു. ഈയിടെ 15-ാം തീയതി, ഏപ്രിൽ 15-ാം തീയതി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു. പുള്ളിക്കാരത്തിയുടെ ഒരു CCTV ഫോട്ടോ, ഫുട്ടേജ്, ക്യാമറ, വീഡിയോ അല്ല, ഒരു ഫോട്ടോ വന്നിരിക്കുന്നു. ഈ ഫോട്ടോ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അവര് തികച്ചും ഭയങ്കര കഠിനമായിട്ടും ഒത്തൊരുമയോടും കൂടി നമ്മുടെ തൊണ്ണമാങ്കൽ ജിമ്മിയെ രക്ഷിക്കാൻ അഘോരാത്രം പണിയെടുക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുള്ളത്. പേര് ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് തന്നെയാണ്. കാര്യം എൻ്റെ ഒരു സുഹൃത്ത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് ചില സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ അതിനകത്ത് തന്നെ ഒരു പ്രിൻസോ അങ്ങനെ പേരുള്ള ഒരുത്തൻ ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ടോ ജിമ്മി ജിസ്മോളെ കൊണ്ട് അവിടെ, ജിസ്മോളുടെ ശവം, പിള്ളേരുടെ ശവം കൊണ്ട് അവിടെ ഇടുന്നത്? ജിമ്മിയുടെ കാര്യം ഒത്തിരി യൂട്യൂബ് വാർത്താ മാധ്യമങ്ങളും യൂട്യൂബോളികൾ, അങ്ങനെയാ പറഞ്ഞു, യൂട്യൂബോളികൾ ഒത്തിരി ജിമ്മിയുടെ കുടുംബത്തിനെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഒരു സോറി പോലും പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കള്ളൻ കപ്പലിൽ തന്നെ ഈ ജിമ്മിക്ക് വേണ്ടി അഘോരാത്രം പണിയെടുക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഈ പറഞ്ഞ ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനകത്ത് തികച്ചും രാഷ്ട്രീയമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മുടെ ഉമ്മൻചാണ്ടിയെ കുറ്റം പറയുക, ചാണ്ടി ഉമ്മനെ കുറ്റം പറയുക, ഇത് കോൺഗ്രസ്സുകാർ നടത്തുന്ന ഒരു കൊലപാതകമാണെന്ന് പറയുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയങ്ങൾ പറയുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഒരു ഗ്രൂപ്പായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റി, അതായി മാറി എന്നുള്ളതാണ്. അപ്പോൾ തികച്ചും ഒരു പറ്റം ആൾക്കാർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ, ജിസ്മോള് ആത്മഹത്യ ചെയ്യാൻ മീനച്ചിലാറ്റിലേക്ക് പോകുന്നു. അപ്പോ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ CCTV ക്യാമറയിലാണ് ഇത് പതിഞ്ഞിരിക്കുന്നത്. സമയം ഏതാണ്ട് 12:47 PM. ശവം പൊങ്ങുന്നത് 1:45 PM. ഇവിടുന്ന്, അതായത് ആ CCTV ക്യാമറ എന്ന് ശവം കണ്ടണം വരെ ഉള്ള കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 3.5 കിലോമീറ്റർ, ഏകദേശം ഒരു 15 മിനിറ്റോളം യാത്ര ചെയ്താൽ മാത്രമേ ഉള്ളൂ അവിടെ എത്തുകയുള്ളൂ. അതായത് 12:45-ന് CCTV കണ്ടു, അതിനുശേഷം 1 മണിക്ക് അവിടെ പോയി ചാടുന്നു, അവിടെ എത്തുന്നു, ഒരു 1:10 1:05 ശേഷം അവിടെ നിന്ന് ചാടുന്നു. അവിടെ ചാടിയ സ്ഥലം കണ്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും, ഒത്തിരി ആൾക്കാരുള്ള, നല്ല കാറ്റുള്ള, ഭയങ്കര ഒഴുക്കുള്ള ഒരു സ്ഥലത്ത്. അപ്പോൾ ഈ പറയുന്ന 1:10-ന് അവിടെ ചാടുന്നു, ഭയങ്കര ഒഴുക്കുള്ളിടത്ത് ചാടുന്നു. ആ ഒഴുക്കുള്ളിടത്ത് തന്നെ ഈ ജിസ്മോൾ പൊങ്ങുന്നു. ഫിസിക്സിനകത്തൊന്നും അല്ലെങ്കിൽ നമുക്ക് സയന്റിഫിക് ആയിട്ടൊന്നും പ്രൂവ് ചെയ്യാൻ മേലാത്ത രീതിയിൽ ആ ഒരു ബോഡി അവിടെ പൊങ്ങിയിട്ട്, അതായത് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഈ 3 ബോഡി പൊങ്ങുന്നത്. ആയിക്കോട്ടെ, അത് ഒരു ആത്മഹത്യയായി. പിന്നെയും ഏറ്റുമാനൂർ ഒരു ഗാർഹിക കൊലപാതകം നടന്നിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും സങ്കടത്തോടു കൂടി കണ്ടു. ഇപ്പോൾ സങ്കടം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേസിന് ഒരു അന്തിമ തീരുമാനം വന്നിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് തന്നെ ഇത്രയും ദിവസം എടുത്തതിന് ശേഷമാണ് FIR ഫയൽ ചെയ്തിരിക്കുന്നത്. അത് സേനയുടെ ഭയങ്കര വീഴ്ചയാണ്. സേനയെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഒത്തിരി ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ സമ്മർദ്ദമോ ഉണ്ടായിരിക്കാം. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രൂപരേഖ പോലത്തെ, ജിസ്മോളെ പോലെ തന്നെ ഒരു സ്ത്രീയെ നിർത്തിക്കൊണ്ടൊരു ഫോട്ടോ ഉണ്ടാക്കി, ചിലപ്പോൾ അതൊരു വീഡിയോ ആയിരിക്കാം, ഉണ്ടാക്കി ഈ പറയുന്ന ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് പറയുന്ന തൊണ്ണമാങ്കൽ ജിമ്മിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ അത് വന്നിരിക്കുന്നു. അവരാഘോഷിക്കുന്നു. കാര്യം, ജിസ്മോൾക്ക് നീതി ലഭിച്ചിരിക്കുന്നു, ജിമ്മിയെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് കാണേണ്ട ഒരു സങ്കടപരമായ ഒരു കാഴ്ച എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട
ചാണ്ടി ഉമ്മൻ ജിസ്മോളുടെ അച്ഛനെ, അതായത് തോമസ് എന്ന്, തോമസ് തോമസിനെ പോയി കാണുന്നു, സംസാരിക്കുന്നു. അപ്പോ ഈ പറയുന്ന ജിറ്റു, പുള്ളിക്കാരൻ ജിറ്റു, ജിസ്മോളുടെ അനിയൻ, ആ ചെറുക്കൻ UK പോയിരിക്കുന്നു. കാര്യം പുള്ളിക്കാരന്റെ വൈഫ് 2 മാസം ഗർഭിണിയാണ്. അത് തന്നെയല്ല, ജിസ്മോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അതിൽ നിന്നും നമുക്ക് അയാളുടെ ആ അനിയൻ ചെറുക്കന്റെ സങ്കടത്തിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കി. അപ്പൊ ഇവിടുത്തെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, കാണേണ്ടത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോമസിന്റെ, ജിസ്മോളുടെ അച്ഛൻ തോമാച്ചായൻ കെട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ പെണ്ണ്, അതായത് ജിസ്മോളുടെ അച്ഛന്റെ ഭാര്യ, ഈ തൊണ്ണമാങ്കല ഫാമിലിയാണ്. ഈ തൊണ്ണമാങ്കല ബീന ടീച്ചറിന്റെ ഇനി അടുത്ത ഫാമിലിയാണ്. അപ്പൊ കാര്യം മനസ്സിലായോ? ജിസ്മോളുടെ അച്ഛന്റെ ഭാര്യ ഈ തൊണ്ണമാക്കൽ ജിമ്മിയുടെ കൊച്ചമ്മയോ ചെറിയമ്മയോ ജിറ്റമ്മയോ ഒക്കെ ആയിട്ട് വരും. അതൊന്നും തീർന്നില്ല. ജിറ്റുവിന്റെ ഭാര്യ ആരാ? ഈ തൊണ്ണമാക്കല് കുടുംബത്തിന്റെ അടുത്ത ബന്ധുവാണ്. അപ്പൊ കേസിന്റെ ഒരു രൂപരേഖ നമുക്ക് മനസ്സിലായി. ഏതാ ഈ സംഭവം? ജിമ്മിക്ക് നീതി ലഭിച്ചിരിക്കുന്നു, ജിസ്മോൾ മരണപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ജിസ്മോൾക്ക് നീതി ലഭിച്ചിരിക്കുന്നു, ജിമ്മിയെ വെറുതെ വിട്ടിരിക്കുന്നു. അതായിരിക്കുമല്ലോ അതിന്റെ ഒരു കണ്ടന്റ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയ് 1-ാം തീയതി ഈ പറയുന്ന ആൾക്കാര്, ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ ഒരു 4-5 പേര്, അന്ന് സത്യസന്ധമായ കുറെ പേരുണ്ടായിരുന്നു, അവരെയൊക്കെ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞു വിട്ട് കാണും. ഇതൊന്നും ഗ്രൂപ്പ് ഈ പറയുന്ന പോയവർക്ക് ഒരു ഗുണവും ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ്. ഒരു ഗുണത്തിന്റെ ആവശ്യത ഇല്ലാഞ്ഞിട്ടാണ് സത്യം തുറന്നു പറയുന്നവരെ അവർക്ക് കാണരുത്. അതൊക്കെ പോട്ടെ. അവരൊരു പരിപാടി നടത്തിയായിരുന്നു മെയ് 1-ന്. ആ സമയത്ത് ഈ പറയുന്ന തോമസും ജിസ്മോളുടെ അച്ഛനും ജിസ്മോളുടെ അനിയനും വന്നിട്ടില്ലായിരുന്നു. അപ്പോഴേ മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കും. അവർക്ക് താല്പര്യമില്ലാത്തതിന്റെ കാര്യം എന്താണ്? ജിസ്മോളുടെ അച്ഛന്റെ ഭാര്യയും ജിസ്മോളുടെ അനിയന്റെ ഭാര്യയും തൊണ്ണമാക്കൽ ഫാമിലി തന്നെയാണ്. ജിമ്മി എന്ന് പറയുന്ന ഒരുത്തൻ കുറ്റം ചെയ്തു, അവൻ ശിക്ഷിക്കപ്പെടത്തില്ലായിരിക്കാം. ഒരു പക്ഷെങ്കിൽ ഒരു 5 വർഷം ഒരു തടവുണ്ടായിരിക്കാം. ഇതിനെല്ലാം ഉപരി നീരിക്കാട്ട് പള്ളിയിലച്ഛൻ കുർബാനയ്ക്ക് വിളിച്ചു ചൊല്ലിയിട്ടുണ്ട്, ഒരു മനുഷ്യരും അവരുടെ ഭക്തജനങ്ങളൊന്നും ഈ കേസിൽ ഇടപെടരുത്. കാര്യം ഷൈനിയുടെ അവിടെ ശവാടക്കിന് കുറെ ബഹളമൊക്കെ ഉണ്ടായി. അതുപോലെ നമ്മുടെ സഭയിൽ ഉണ്ടാകരുതെന്ന് വിളിച്ചു ചൊല്ലുകയും ചെയ്തു. അഭയക്കൊല കേസ് 92-ല് നടന്ന് ഈ ഒരു ജ്ഞാനായ പള്ളിയിൽ തന്നെയാണ്, കോട്ടയത്ത്. അവിടെ 92 നടന്ന അഭയ കേസിന്റെ വിധി വരുന്ന ഏതാണ്ട് 2020-ലെങ്ങാണ്ട്. എത്രയോ വർഷങ്ങൾ ഈ തിരുക്കുടുംബ ദേവാലയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹോളി ഫാമിലി ചർച്ച് എന്ന് പറയുന്ന അതുപോലത്തെ കാത്തലിക്സ് ആൾക്കാർ അതിനെ സൂക്ഷിച്ച് അല്ലെങ്കിൽ ഒതുക്കി വെച്ചു. നമ്മൾ നോക്കണം എന്ന് പറഞ്ഞുകൂട്ട് ജിസ്മോളയുടെ മരണം ഒതുക്കി വെക്കുമായിരിക്കും. പക്ഷെങ്കിൽ നമ്മുടെ ജനങ്ങൾ ചിന്തിക്കേണ്ടത്, നാളെ ഒരു പെണ്ണും ഇങ്ങനെ മരിക്കേണ്ട സാഹചര്യം വരരുത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു കേസ് ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ജിസ്മോൾക്ക് ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. തന്മൂലം ജിസ്മോള് ഒരു മാനസികമായ നില തെറ്റി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് വേണമെങ്കിൽ തന്നെ വരുത്തി തീർക്കാൻ ഒരു ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ജിസ്മോൾക്കും ആ കുഞ്ഞു പൈതങ്ങൾക്കും സ്വർഗത്തിലെങ്കിലും ശാന്തി ലഭിക്കട്ടെ. സങ്കടമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെങ്കിൽ ഒട്ടും തന്നെ അത്ഭുതമില്ല.